ഇവിടെ ഒരു ആനയുടെ പടമാണ് വരയ്ക്കുന്നത്. ആനയുടെ തല കുറച്ച് ഭാഗമാണ് വരച്ചത്. ബാക്കി നമുക്ക് ചെവിയാണ് വരച്ചു കൊടുക്കേണ്ടത്. ആ സൈഡിൽ ഒരു ചെവി. അടുത്തതായി നമുക്ക് തുമ്പിക്കൈയാണ് വരച്ചു കൊടുക്കേണ്ടത്. തുമ്പിക്കൈ ഇങ്ങനെ വരച്ചു കൊടുക്കാം. തുമ്പിക്കൈയുടെ മോൾ ഭാഗം, താഴ്ഭാഗം വരച്ച് ഇതുവരെ വരയ്ക്കാവൂ. നമുക്കടുത്ത് കൊമ്പ് വരയ്ക്കേണ്ടതുണ്ട്. നമ്മൾ കൊമ്പെന്ന് പറഞ്ഞാൽ ചുണ്ടിനോട് ചേർന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ പല്ലാണ് കൊമ്പായിട്ട് വളർന്നിരിക്കുന്നത്. അടുത്തതായി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് കാല്. ഞാൻ വരയ്ക്കാൻ പോകുന്നത് കാല്. ഇവരെ കൊടുത്തിട്ട് നല്ല വീതിയുള്ള കാലാണ്. അടുത്ത് ഇവിടെ ഇങ്ങനെ ഈ കാലും കൂടെ, ബാക്കിലുള്ള കാലും കൂടെ വരയ്ക്കണം. അടുത്തതായി ആ സൈഡിലുള്ള കാല് നമുക്ക് ഈ ഭാഗത്തൂടെ കാണുന്ന രീതിയിൽ വരച്ചു കൊടുക്കണം. ഇനി മുകൾ വശത്ത് നമുക്ക് അതിൻ്റെ വാല് ഇങ്ങ് പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാല് മുകളിലോട്ട് പൊക്കി വെച്ചൊക്കെയാണ് വാല്. ഇനി ബാക്ക് സൈഡ് വരച്ചു കൊടുക്കാം. ഇത് ആന കുളിക്കാനിറങ്ങുന്ന ഒരു ആനയുടെ പടമാണ് വരയ്ക്കുന്നത്. ഇനി ഈ പേന, ഇത് ആർട്ട് ലൈൻ CD റൈറ്റർ എന്ന് പറയും. CD റൈറ്ററാണ് ഇത്. പേന നമ്മൾ വരച്ചതിന് ശേഷം ഉടനെ അടച്ചു വെച്ചില്ലെങ്കിൽ ഇത് പേന മഷി ഒട്ടിപ്പോവും. അടുത്തതായി ഇതിൻ്റെ മുകൾ വശം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. വാഷ് ചെയ്തിട്ട് ഒരു യെല്ലോ കളർ ഉണ്ടെങ്കിൽ നമുക്ക് യെല്ലോ കളർ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആനയുടെ നിറം കൊടുക്കാം. ആനയ്ക്ക് നിറം ഗ്രേ കളറാണ്. ആ ഗ്രേ കളർ ഇവിടെ കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് വരച്ച ഒരു ആനയുടെ പടമാണ്. ഗ്രേ കളർ കൊടുത്തൊക്കെയാണ്. കാലിലും ഗ്രേ കളർ കൊടുക്കാം. കാലിൻ്റെ ഭാഗം വൈറ്റ് കളറായിട്ട് കൊടുക്കണം. അതിൻ്റെ കുളമ്പ് വൈറ്റ് കളറിലുള്ള കുളമ്പാണ്. അടുത്തത് അതിൻ്റെ ബോഡിയിൽ കളർ കൊടുക്കണം. ഇത് നമുക്ക് ഇവിടെ അല്പം ഓറഞ്ച് കളർ കൊടുത്തിട്ട് ബാക്കിൽ ഡാർക്ക് കളർ കൊടുക്കാം. ഇവിടെ അതേപോലെ തന്നെ ഒരു ഡാർക്ക് കളർ കൊടുക്കാം. എന്നിട്ട് ഈ കൊമ്പിൽ ഒരു ചെറിയ ഒരു വളവ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വൈറ്റ്നർ ചേർത്ത്
വൈറ്റ് കളർ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് വെളുപ്പിച്ച് കൊടുക്കാം. വൈറ്റ് എപ്പോഴും വൈറ്റ് പെയിൻറ്റ് കരുതിയിരിക്കണം. നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നവർ എപ്പോഴും വൈറ്റ് പെയിൻറ്റ് കരുതിയിരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് ഇത് ക്യാമലിൻ്റെ അക്രിലിക് കളേഴ്സാണ്, വൈറ്റ് കളറാണ് ഇത്. അത് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി വിടാം. ഇവിടെ അടുത്ത് നമ്മൾ ഈ ആനയെ നമ്മൾ വെള്ളത്തിലിറക്കുകയാണ്. ആനയെ വെള്ളത്തിലിറക്കണമെന്ന് വെച്ചാൽ നമുക്ക് വാട്ടർ അതിന് ചുറ്റും വരയ്ക്കണം, എങ്കിലേ നമുക്കത് ആനയെ വെള്ളത്തിലിറക്കാൻ പറ്റുള്ളൂ. ആന വെള്ളത്തിലിറങ്ങി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഒരു ബ്ലൂ കളർ കൊടുക്കാം. നിരത്തി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബോഡി പാർട്ടൊക്കെ കാണാൻ കണക്കാക്കിയിട്ട് നമുക്ക് കളർ കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നമ്മൾ വൈറ്റ് ഈ കളർ തന്നെ വീണ്ടും നമ്മൾ ഉപയോഗിക്കുകയാണ്. ക്യാമലിൻ്റെ അക്രലിക് കളർ ഉപയോഗിക്കുകയാണ്. അടുത്ത് ഇനി വാട്ടർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിക്കുകയാണ്. ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന് മേലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ വെള്ളത്തിൽ മുക്കിയെന്ന് തോന്നരുത്, അത് കുളിക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. വൈറ്റ് കളറ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് ആനയെ കാണുകയും വേണം, വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് വേണം വരയ്ക്കാൻ.
നമുക്ക് അല്പം കൂടെ ഡാർക്ക് കളറ് ഇതിൽ അല്പം കൂടെ ഡാർക്ക് കളറ് എൻ്റെ കാലിലൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടായിട്ട് അത് കാണാൻ പറ്റും. ആന ഇതിനെ വെള്ളത്തിനകത്തുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ആന കുളിക്കട്ടെ അല്ലേ? നമുക്ക് പോകാം. ഈ സൈഡ് ആനയുടെ കുളമ്പിൻ്റെ ഭാഗം അല്പം വൈറ്റ് കൊടുക്കാം.